ആടനാ കണ്ടനാ കണ്ടനാണെങ്കിൽ നിങ്ങൾ ഇതെന്തിനാ എത്ര കാര്യാക്കുന്നത്? പട്ടി ഓടി ചാടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കൂടോത്ര ഉറപ്പാ. കല്യാണം മുടക്കാനേ. ഫാത്തിമ എന്തേടി? നെല്ലുള്ളിയാ? അവൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ തുടങ്ങിയ കരച്ചില്ല. നിങ്ങൾ ഇതെന്തോന്നാ പറയണ? ലോകത്ത് ആദ്യമായിട്ടാ പട്ടി കണ്ടി ചാടണ? എന്നെ ഇവിടെ കെട്ടിച്ചോണ്ട് വന്നിട്ട് ഈ കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഈ പട്ടിച്ചാട്ടം. എന്നാലും ഇത് ആരായിരിക്കും ഈ അക്രമം ചെയ്തിട്ടുണ്ടാവുക? ലത്തീഫ്, ഷുക്കൂർ, ഷാജി, ഈ 3 പട്ടികളും അറിയാതെ ഇവിടെ ഒരു പട്ടിയും ചാടൂല. എനിക്ക് നാട്ടിലെ സകല പട്ടികളെ സംശയമുണ്ട്. അല്ലടാ മുജേ, അനക്കേ കല്യാണത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ. എന്തേ പറയണത്? 2 ദിവസം കഴിഞ്ഞ വിളി തുടങ്ങാണ്. ചെല്ല്, ഈ പട്ടീനെ കേട്ടണം, വെള്ളം പറ്റിക്കണം. ചെല് ചെല് ചെല്. എടാ ഫാത്തിമയ്ക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ അല്ലേ? അതല്ലടാ ദാസറേ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഫാത്തിമ പുറത്തേക്കൊന്നും വന്നില്ലല്ലോ. നിന്റെ മുഖം ഒരു നോക്ക് കാണാനോ എന്നോട് മിണ്ടാനോ? വേറൊന്നല്ലടാ, നിനക്ക് സ്വർണ്ണപ്പല്ലുണ്ട്, JCB ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചേതുണ്ട്, വിദ്യാഭ്യാസവും പിന്നെ ഓളെന്താ നമ്മളറിയാത്ത പെണ്ണ ഇപ്പം കാണുന്നതല്ലേ? അതെ, ആരോ ഒരുമാതിരി പട്ടി നോട്ടീസും പിന്നിലാരോ. നോക്ക്, നമ്മളറിയാത്ത പേരെന്തെങ്കിലും ഇടപാടുണ്ടാവൂടാ. പെണ്ണാഴി പെറ്റ പുള്ളേ തങ്കത്തിൻ പണി, കണ്ണാടി ചില്ല് വെള്ളേ കണ്ണു കുത്തലേ, കണ്ണീരിൻ വെണ്മയുള്ളോരുള്ള കുത്തിരി, കൊണ്ടാടി കള്ളിമുള്ളേ തണ്ണിത്തുള്ളി നീ, മുത്തുച്ചമ്പാവ് കൊയ്ത്തുണ്ടെന്നടിയേ, മുത്താരം പോലത്തെ മുല്ലപ്പൂഞ്ചിരിയേ, കല്യാണക്കാലം വന്നില്ലേ നാരി, വെക്കത്തിൽ മണ്ടിക്കൊണ്ടേ വാ. الجمعة تهج الفقراء والمساكين وعيد المؤمنين. السلام عليكم. وعليكم السلام. السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر الله. ദേ, അതാണ് നമ്മുടെ പ്രശ്നക്കാരൻ നോട്ടീസ് ബോർഡ്. നമുക്കൊരു സെൽഫി എടുത്താലോ? എന്തിന്? നീ ഒന്ന് പോയേ. ഒന്ന് വായിത്താത്ത. മൂപ്പിലാന്റെ ഹാല് വേറെ തരമാ, വല്ലാഹി നാട് തോട്ടില് മാത്തിലിതാ, മുന്നൂറി മന്ദിരി തങ്ങളെ വാ. പുറത്തുനിന്ന് ആരൊക്കെ ഉണ്ടല്ലോ കാലിയൊക്കെ. എന്താടാ പെരുമാനൊക്കെ അവസ്ഥ? ഇങ്ങനെ പോണ്, കുഴപ്പമില്ല. മോളൊരു സാധനം ചേട്ടാ, മോളൊരു സാധനം ഉണ്ടല്ലോ. മോള് ദൈവമാണോ? വേഗം കയറി എടുക്ക്. ചേട്ടൻ കയറി എടുക്കൂലേ? ഞാൻ കയറി തന്നെ. അല്ല കഥ. ഞാൻ കയറടാ. വേണ്ട, നീ ഒന്ന് പിടിച്ചേ. മോള് മയ്യത്ത്. മോള് മയ്യത്താ. ആറ്
അതോ ഭ്രാന്തനാണ്. വെറുതെ ആളെ മേനക്കെടുത്താൻ. കുട്ടിക്കാ അതാണ് അബൂബക്കർ ഹാജിരെ പിണങ്ങിപ്പോയ കെട്ടിയോളും മോനുമല്ലേ? എന്താ കൂടും കുടുക്കെടുത്ത്? എന്തായാലും ആട്ടെ, അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കൂടുന്നില്ലല്ലോ. എന്റെ കുട്ടിക്ക 2 ഭാര്യമാര് വിചാരിച്ചാ ഈ നാട് വരെ കത്തും. പിന്നെ ഞങ്ങളുടെ കച്ചവടം എന്താടാ? ഒരൊറ്റ കാക്കേനെ കാണാനില്ല ഇവിടെ. ഇതെന്തും മറിവായം. ഇതൊക്കെ എങ്ങനെ പറ്റി? പെരുമാനിക്കല്ല മാറ്റണ്ട. പെരുമാനി മാറണമെങ്കിൽ ഒരാറ്റം ബോംബിട്ട് രണ്ടാമത് ഒന്നുകൂടെ കെട്ടിയുണ്ടാക്കേണ്ടി വരും. ഇനി ഈ നാട്ടിലേക്ക് കാലെടുത്ത് കുത്തൂലെന്ന് ഉറപ്പിച്ചു പോയതാ. ഇവനെ ഓർത്തിട്ടാ ഉമ്മ തുടങ്ങി. എടാ ഈ 2 ഉമ്മമാരാട്ടാ, 2നെയും പട്ടിണിക്കിടാത്ത വല്ല ഇടപാട് നോക്കണം. എന്ത് ബന്ധത്തിലാടാ ഓൾ എന്റെ ഉമ്മയാവണത്? ശരി, ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണത് അന്ത്യം തള്ളയല്ലേ അല്ലടാ? ഡാബിയെ എന്നോട് വെറുതെ ചൊറിയാൻ വരണ്ട കേട്ടോ. വാപ്പാടെ കയ്യിലിരിപ്പിന് ഇന്റെ മെക്കെട്ട് കയറിട്ട് എന്താ കാര്യം? ഉമ്മ അവിടെ ചെന്നിട്ട് ഇളാമായിട്ട് അടി ഉണ്ടാക്കാൻ കരുതിട്ടാ. ഇന്റെ മൂക്കിട്ട് തോണ്ടാ വന്നാ ഞാൻ കിരിക്കിട്ട് തോണ്ടും പറഞ്ഞേക്കാം. പെരുമാനി തങ്ങളെ കാത്തോളനെ. അയ്യോടാ, രാത്രിത്തേക്കുള്ള മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണമ്മ. അല്ലെങ്കിൽ പാത്രത്തിന്റെ വക്ക് അടിച്ചു കൂട്ടേണ്ടി വരും. ഞാൻ പോയിട്ടേ പിന്നെ വരാം. എടാ നീ പോവില്ല, ഞാനും വരുന്നുണ്ട്. ഞാനേ ഒന്ന് ഇവന്റെ കൂടെ പോയി കറങ്ങിട്ട് വരാം. എന്തെങ്കിലും 2 പേരില്ലേ, എന്തേലൊക്കെ മിണ്ടും പറഞ്ഞിരിക്കാം അല്ലേ അമ്മ? നിന്നോട് പറഞ്ഞു പോവല്ലേ? കേറ്. വാപ്പുണ്ടാക്കിയ ഓരോരോ പുകിലുകള്. ഇനിയും കാക്കേനെ പുലിസ് നിന്നേക്കരുത്. കാക്ക പിന്നെ കൊത്തനെ തുടങ്ങും. അയ്യോ ഇനിയില്ലേ? പെരുമാനിൽ ഇപ്പോഴും ഉണ്ടല്ലേ ഈ ദഫ്മുട്ടും പാട്ടൊക്കെ? എടാ അത് വെറും ദഫ്മുട്ടല്ല, പെരുമാനി തങ്ങളെ വീരചരിത്രം പാടണതാ. പെരുമാനിക്കാർക്ക് ഈ കഥ എത്ര പാടിയാലും മതിയാവൂല. നിന്റെ വാപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. എന്നും രാത്രി ചോറ് തീറ്റയും കഴിഞ്ഞ് ആ കസേര എടുത്തതാ ഇവിടെ ഇടും. എന്നിട്ട് മാനം നോക്കിയൊരു കിടപ്പാ. ഇതും കേട്ടോണ്ട് കുറെ കഴിഞ്ഞാ പിന്നെ നിങ്ങളെ കഥകളുടെ പറച്ചില് തുടങ്ങും. നിന്നെ വലിയ കാര്യമായിരുന്നടാ. മരിക്കണേന് മുമ്പ് എന്നെ കാണണമെന്ന് വലിയ ആശയായിരുന്നു. ഉമ്മക്ക് വിഷമമെന്ന് കരുതിയിട്ടാ ഞാൻ. പിന്നെ ഉമ്മ ചെയ്തത് ശരിയാടാ. എന്നെ കെട്ടിയല് നിങ്ങളറിയാത്ത വേറെ കുറെ കാരണങ്ങളുണ്ട്. അബി, നീ വാപ്പാനോട് ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലോ. അസ്സലാമലൈക്കും വാപ്പ. ആരാ ഈ സമയത്ത്? ഇയാളൊന്ന് ബസ്സിന്റെ മേലുണ്ടായിരുന്നു. ഇതെന്താ അവിടെ? ഞാനും ഇപ്പൊ ആദ്യമായിട്ടാ കാണുന്നേ. ബായ് ബായ്. വിളിക്കണ്ടാ, മേത്ത് കയറും. അല്ല എന്നാലേ
വിളി തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. ആയത്തിലോട് ഗോപാലേട്ടന് കൊടുത്തേക്ക്. ഒപ്പര് വിളിയോട് വിളിയാ. പിന്നെ അവിടെ ഒരു ബായിയെ കിണർ കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക. ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനക്കാകുമ്പോൾ ഇന്ത്യയൊക്കെ അറിയാലോ. അവനെന്തോ ഒരു വശപശകുണ്ട്. ഈ ഒന്ന് നോട്ടം വെച്ച് കാല് താഴ്ത്തിട്ടേക്കട പട്ടി. എന്റെ പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ബംഗാളിയൻ എന്റെ കല്യാണം മുടക്കാനല്ലട വന്ന്. അതൊക്കെ മലയാളം എഴുതാൻ അറിയോ? ഈ അല്ലടാ നോട്ടീസ് ഒട്ടിച്ച നാസർക്ക എല്ലാം തുറന്നു പറയുന്നതിന് ശേഷം എന്താ നാസർക്ക? ഒന്നും മനസ്സിലാത്ത പോലെ. ആരാ നോട്ടീസ് ഒട്ടിച്ചത്? നോട്ടീസ് ആയത് എന്തിനാ അഭിനയോ? അഭിനയ എന്തിനാ സെൽഫി എടുത്ത? സെൽഫിയാ? ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്. അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ. പെരുമാനിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്. എന്തിനാ നോട്ടീസ് ബോർഡ്? അതെ, അടുപ്പത്ത് പാലിരിപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോകും. ഫാത്തിമ, നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല. എന്തിനാ തുമ്മിയെ? തും ക്യൂ തുമ്മിയെ? കുത്ത കമീന